ഇന്ന് നമ്മൾ ചിക്കൻ തോരൻ ഉണ്ടാക്കുവാണ്. ചിക്കൻ തോരൻ. അതെ ഗായ്സ്, ഞാൻ ഇന്നിവിടെ ചിക്കൻ തോരൻ വെക്കുവാണ്. ഇതിലെന്തെങ്കിലും കുറവുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക. അപ്പം നമുക്ക് തുടങ്ങിയാലോ? ആദ്യം തന്നെ ആവശ്യത്തിന് വെളിച്ചെണ്ണ, കടുക്. കടുക് പൊട്ടിയതിന് ശേഷം അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, കറിവേപ്പില, വറ്റൽമുളക് ഇതിട്ട് നല്ലപോലെ ഇളക്കുക. കാരണം ഇതിൻ്റെ ഒരു പച്ച മണം മാറും വരെ ഇതിങ്ങനെ ഇളക്കി കൊടുക്കണം. അതിന് ശേഷം അതിലേക്ക് കുറച്ച് ചെറിയ ഉള്ളി, സവാള. ചെറിയ ഉള്ളി മാത്രം ഇടുന്നതാണ് നല്ലത്. കാരണം എൻ്റെ കയ്യിൽ അത് കുറവായതുകൊണ്ടാണ് ഞാൻ കുറച്ച് സവാളയും കൂടി ആഡ് ചെയ്ത് കൊടുത്തത്. എന്നിട്ട് കുറച്ച് ഉപ്പ് കൂടി ഇട്ടതിന് ശേഷം നമ്മൾ നല്ലപോലെ ഇത് വഴറ്റിയെടുക്കണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ കഴുകി വെച്ചേക്കുന്ന ചിക്കൻ ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് ചിക്കൻ ഇതിലേക്ക് ആഡ് ചെയ്യുക. പ്രത്യേകിച്ച് വെള്ളവും കാര്യങ്ങളും ഒന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. കാരണം ചിക്കനിൽ നിന്ന് തന്നെ വെള്ളം തന്നെ ഊറി വന്നോളും. എന്നിട്ട് ഇത് ഞാനൊരു 20 മിനിറ്റോളം ലോ ഫ്ലെയിമിൽ ചിക്കൻ അടച്ചു വെച്ച് കുക്ക് ചെയ്യുന്നുണ്ട്. ചിക്കൻ നല്ലപോലെ കുക്കായതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി. നിങ്ങൾക്ക് വേണമെങ്കിൽ കുരുമുളക് പൊടി കൂടി ആഡ് ചെയ്യാം. അത് ഓരോരുത്തരുടെ എരിവിനനുസരിച്ചിരിക്കും. അത് കഴിഞ്ഞിട്ട് ഇത് നല്ലപോലെ മിക്സ് ആയതിന് ശേഷം നമുക്കൊരു 5 മിനിറ്റ് ഇത് അടച്ചു വെച്ച് വേവിക്കാം. ആ സമയം കൊണ്ട് നമുക്ക് ഇതിലേക്ക് ഇടാനുള്ള ഒരു മിക്സ് തയ്യാറാക്കാം. വേറെ ഒന്നുമല്ല, നമുക്ക് കുറച്ച് തേങ്ങ, ഒരു പിടി തേങ്ങ, അതിലേക്ക് നമ്മൾ വീണ്ടും കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി കൂടി ഇട്ട് നല്ലപോലെ മിക്സാക്കി എടുക്കണം. എന്നിട്ട് നമുക്ക് ഈ ചിക്കനിലേക്ക് ഈ മിക്സ് ചെയ്ത് വെച്ചേക്കുന്നത് ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് നല്ല രീതിക്കൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചിട്ട് നമുക്കൊരു 5 മിനിറ്റ് അടച്ചു വെച്ച് വേവിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചിക്കൻ തോരൻ ഇവിടെ റെഡി ആയിരിക്കുകയാണ് ഗൈസ്. ഞാൻ കഴിച്ചു നോക്കി, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഞാൻ ശ്രീക്കും കൊടുത്തിട്ടുണ്ടായിരുന്നു, അവനും നല്ലപോലെ ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഗൈസ്, ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. അപ്പോൾ ടാറ്റ, ബൈ ബൈ, സീ യു.